വോട്ടിംഗ് ആരംഭിച്ചിട്ട് 2 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ കൊച്ചിയിലെ അവസ്ഥ എന്താണ്? ബൂത്തുകളിൽ വലിയ നീണ്ട നിരകൾ തന്നെ കാണാൻ സാധിക്കുന്നുണ്ടോ? ഏതൊക്കെ പ്രമുഖരാണ് വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയത്? മറ്റ് നിയോജക മണ്ഡലങ്ങൾ, മറ്റ് ലോക്സഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ വലിയ ഒരു ക്യൂ തന്നെയാണ്. ഒരുപക്ഷെ വെയിൽ കനക്കുന്നതിന് മുമ്പായി വോട്ട് ചെയ്ത് മടങ്ങുക എന്ന ഒരു ആളുകളുടെ ചിന്താഗതി തന്നെയാണ് ഇത്തരത്തിൽ വലിയ പോളിംഗ് ശതമാനം വർദ്ധിക്കുന്നതിന് കാരണം. ഏറ്റവും ഒടുവിൽ പോളിംഗ് ശതമാനം വരുമ്പോൾ കളമശ്ശേരി, അതായത് 6%, പറവൂരിൽ എല്ലാം തന്നെ ശരാശരി 6%-ന് അപ്പുറം 7% എത്തിയിരിക്കുന്ന വോട്ടിംഗ് ശതമാനമാണ് ഔദ്യോഗികമായി ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ അതിൽ നീക്കാൽ 2%-ലധികം പോളിംഗിൽ വർധനവുണ്ട്. അങ്ങനെ വലിയ ഒരു തിരക്ക് തന്നെയാണ് പോളിംഗ് ശതമാനത്തിൽ ഉണ്ടാകുന്നത്. അത് ഒരു മികച്ച വിജയപ്രതീക്ഷയായി തന്നെ കാണുകയും ചെയ്യുന്നു. പ്രധാനപ്പെട്ട ആളുകൾ എല്ലാവരും തന്നെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. മത സാമുദായിക നേതാക്കൾ, ഒപ്പം തന്നെ വിവിധ രാഷ്ട്രീയ നേതാക്കൾ, സ്ഥാനാർത്ഥികൾ എല്ലാവരും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തെങ്ങോട് ഗവൺമെന്റ് ഹൈസ്കൂളിലാണ്, കാക്കനാട്. അവിടെ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും, ഒപ്പം തന്നെ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയും അടക്കമുള്ള ആളുകൾ വോട്ട് രേഖപ്പെടുത്താൻ നിൽക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അവരെല്ലാം തന്നെ ഏറെ നേരം, ഏതാണ്ട് അരമണിക്കൂറിലധികമായി, 3/4 മണിക്കൂറോളം നേരമായി അവർ ആ ക്യൂവിലാണ്. അത് തന്നെയാണ് ആ ഒരു നീണ്ട ക്യൂ അടയാളപ്പെടുത്തുന്നത്. അത്രയും സമയം ആളുകൾ കാത്തിരുന്നാണ് വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്നത്. ഒപ്പം തന്നെ NDA സ്ഥാനാർത്ഥി, എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ഡോക്ടർ KS രാധാകൃഷ്ണൻ രാവിലെ 7 മണിയോടുകൂടി തന്നെ കുടുംബസമേതം എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. മികച്ച വിജയപ്രതീക്ഷയാണ്. നിരവധി സീറ്റുകൾ ഇത്തവണ കേരളത്തിൽ NDA നേടുമെന്ന ശുഭാപ്തി വിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ സിനിമാ മേഖലയിൽ നിന്നുള്ള ആളുകൾ പലരും പല കേന്ദ്രങ്ങളിലായി വോട്ട് രേഖപ്പെടുത്തുന്നു. ചലച്ചിത്രതാരം ടിനി ടോമി ആലുവ തായിക്കാട്ടുകര LP ക്ലാസ്സിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ചിത്രീകരണ സ്ഥലത്ത് നിന്നാണ് അദ്ദേഹം ഇത്തരത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിനായി ഓടിയെത്തിയത്. ഒപ്പം മറ്റു സ്ഥാനാർത്ഥികളും NDA സ്ഥാനാർത്ഥി രാവിലെ 7 മണിക്ക് തന്നെ പഞ്ചായത്ത് ഓഫീസ്, ചേരാനല്ലൂർ പഞ്ചായത്ത് ഓൾഡ് പഞ്ചായത്ത് ഓഫീസിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് എങ്കിൽ LDF സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചർ നോർത്ത് പറവൂർ വെടിമര കുമാരവിലാസം LP സ്കൂളിലെ 105 നമ്പർ ബൂത്തിലെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഷൈൻ ടീച്ചറും കുടുംബത്തോടൊപ്പമാണ്. ഹൈബിയും ഈഡനും UDF സ്ഥാനാർത്ഥി രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങി. ഒപ്പം ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ അല്പസമയം മുമ്പ് വിൻസെന്റ് ഡി പോൾ കോൺവെന്റ് സ്കൂൾ പാലാരിവട്ടത്താണ് അദ്ദേഹത്തിന്റെ പോളിംഗ് രേഖപ്പെടുത്തിയത്, അദ്ദേഹത്തിന്റെ വോട്ടിംഗ് രേഖപ്പെടുത്തിയത്. വലിയ തോതിൽ തന്നെ, അതായത് വോട്ടിങ്ങിനോട് ഒരു മികച്ച പ്രതികരണം വോട്ടർമാരിൽ നിന്നുണ്ടാകുന്നു. ശക്തമായ പ്രചാരണങ്ങൾ ഗുണം ചെയ്തിട്ടുണ്ട് എന്ന ഒരു രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ നേതാക്കളും മുന്നണികളും എല്ലാം തന്നെ പറയുന്നത് അവരുടെ ആത്മവിശ്വാസം പല മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായകരമാണ് ഈ ഒരു പോളിംഗ് ശതമാനത്തിന്റെ വർധനവ് എന്നാണ്. എന്നാൽ വെയിൽ കനക്കുന്നതോടെ പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടാകാനുള്ള ഒരു സാധ്യതയും നിലവിൽ കാണുന്നുണ്ട്. ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനൊപ്പം തന്നെ വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ എറണാകുളം സെന്റ് മേരീസ് സ്കൂളിലാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. എല്ലാവരും വോട്ട് ചെയ്യണം എന്ന ഒരു നിർദ്ദേശം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ആഹ്വാനം നൽകി തന്നെയാണ് ഇവരെല്ലാവരും തന്നെ മടങ്ങുന്നത്. ഏറ്റവും വലിയ ജനാധിപത്യത്തിന്റെ ആഘോഷത്തിൽ എല്ലാവരും പങ്കാളികളാകണം എന്ന കാര്യമാണ് അവരെല്ലാവരും തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ വലിയ തോതിൽ ആദ്യം തെരഞ്ഞെടുപ്പ് ആരംഭിച്ച സമയം, വോട്ടെടുപ്പ് ആരംഭിച്ച സമയം ചില കേന്ദ്രങ്ങളിൽ VVPAT മെഷീനുകളുടെ തകരാറുകളെല്ലാം തന്നെ ഒരല്പസമയം വോട്ടിംഗ് തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എങ്കിലും അധികം വൈകാതെ തന്നെ വോട്ടിംഗ് സാധാരണ സുഗമമായ രീതിയിലേക്ക് എല്ലാ ബൂത്തുകളിലേക്കും തന്നെ സുഗമമായ രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു. അത്തരത്തിൽ മുഴുവൻ ബൂത്തുകളിലും സാധാരണ ഏതെങ്കിലും പ്രത്യേക അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ അത്തരത്തിൽ അനിഷ്ട സംഭവങ്ങളുള്ള ബൂത്തുകൾ ഒന്നും തന്നെ കാര്യമായി അടയാളപ്പെടുത്തിയതുമില്ല. അതോടൊപ്പം തന്നെയാണ് വലിയ പോലീസ് സേനയും സുരക്ഷാ സൗകര്യങ്ങളും എല്ലാം തന്നെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നമുക്കറിയാം, ആ തിരക്ക് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ റാഫേൽ തട്ടിൽ അടക്കമുള്ള സഭാ മേലധ്യക്ഷന്മാർ വോട്ട് രേഖപ്പെടുത്താൻ നീണ്ട ക്യൂവിന്റെ ഭാഗമായി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ചില മേഖലകളിലുണ്ടായ വോട്ടിംഗ് മെഷീനുകളുടെ ഒറ്റപ്പെട്ട തകരാറുകളും സീലിംഗ് അടർന്നു വീണതടക്കമുള്ള പ്രശ്നങ്ങളും മാത്രമാണ് ഉണ്ടായിരുന്നത്. 8 മണിക്ക് ഔദ്യോഗികമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ
പോളിംഗ് ശതമാനങ്ങൾ പുറത്തു വരുമ്പോൾ വന്ന സമയത്ത് അത് 6% തന്നെ ഉണ്ടായിരുന്നു. കൊച്ചിയിലും തൃപ്പൂണിത്തുറയിലും എല്ലാം 5%, 5.70, എറണാകുളം 5.69% എന്നിങ്ങനെയായിരുന്നു. പിന്നീട് ആ പോളിംഗ് ക്രമാനുഗതമായി വർദ്ധിക്കുന്ന ഒരു സ്ഥിതി, അല്ലെങ്കിൽ ക്രമാനുഗതമായി വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ച തന്നെയാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയുകയും ചെയ്തത്. വോട്ടിംഗ് കൂടുതൽ ശക്തമാകുമ്പോൾ എല്ലാ ബൂത്തുകളിലും, മുഴുവൻ ബൂത്തുകളിലും ആളുകൾ, സ്ത്രീകളും ഒപ്പം തന്നെ പ്രായമായവരും എല്ലാം വോട്ടിങ്ങിന്റെ ഭാഗമാകാൻ എത്തുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ സ്ഥാനാർത്ഥികൾ തുടക്കത്തിൽ തന്നെ അവരെല്ലാവരും അവരുടെ വോട്ടുകൾ രേഖപ്പെടുത്തിയ ശേഷം വിവിധ ബൂത്തുകളിൽ എത്തി പ്രവർത്തകരെ സന്ദർശിക്കുന്നു. ഒപ്പം തന്നെ ഇത്തരത്തിൽ പോളിംഗ് സ്റ്റേഷനുകളിൽ എത്തിക്കൊണ്ട് നേരിട്ട് അവിടെയുള്ള ക്രമീകരണങ്ങൾ വീക്ഷിക്കുന്നതിനും എല്ലാമായിട്ടാണ് സമയം കണ്ടെത്തിയിട്ടുള്ളത്. എല്ലാവരും ഒരേപോലെ തന്നെ പങ്കുവയ്ക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മികച്ച വിജയപ്രതീക്ഷയിൽ തന്നെയാണ് തങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ മികച്ച വിജയം, അത് പോളിംഗ് ശതമാനത്തിന്റെ കാര്യത്തിൽ അടക്കമുള്ള കാര്യങ്ങളിൽ അത് മികച്ച വിജയം തങ്ങൾക്ക് സമ്മാനിക്കും എന്ന കാര്യമാണ് അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ പോളിംഗ് ശതമാനം വർദ്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ പോളിംഗ് ഉയർന്നു തന്നെ നിൽക്കുന്ന ഘട്ടത്തിൽ ഇപ്പോഴും നീണ്ട ക്യൂ ആണ്. ഈ തെങ്ങോട് സ്കൂളിലടക്കം വളരെ നീണ്ട ക്യൂ ദൃശ്യമാകും. ഏറ്റവും ആദ്യം ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ അദ്ദേഹം വോട്ട് ചെയ്യാനെത്തിയ പഞ്ചായത്ത് ഹാളിലും, ചെറുനെല്ലൂർ പഞ്ചായത്ത് ഹാളിലും ഇത് തന്നെയായിരുന്നു സ്ഥിതി. 6:15 തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ആളുകൾ ആദ്യ പന്തിയിൽ, അല്ലെങ്കിൽ ആദ്യ ക്യൂവിന്റെ ഭാഗമായി മാറുന്നതിന് വേണ്ടി എത്തിയിരുന്നു. പലരും അതിനുശേഷം ജോലിക്ക് പോകാനുള്ള ആളുകളും ഒപ്പം തന്നെ വെയിൽ കനക്കുന്നതിന് മുമ്പ് വോട്ടിംഗ് ചെയ്ത് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മടങ്ങണമെന്ന് ഉള്ള ആളുകളും എല്ലാവരുമാണ് ആദ്യം ക്യൂവിൽ ഇടം പിടിച്ചത്. എന്നാൽ ഈ ഒരു നീണ്ട ക്യൂ കടന്ന് വേണം എല്ലാവർക്കും അവരുടെ വോട്ടുകൾ രേഖപ്പെടുത്തി മടങ്ങാൻ. പ്രചാരണത്തിന്റെ, ശക്തമായ പ്രചാരണത്തിന്റെ പ്രതിഫലനം തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു വോട്ടിംഗ് ശതമാനത്തിന്റെ വർധനവ് ഉണ്ടാക്കുന്നത്. കാരണം ഏതാനും മണ്ഡലങ്ങളിൽ മാത്രമല്ല ശക്തമായ മത്സരമുണ്ടായത്. മുഴുവൻ മണ്ഡലങ്ങളിലും 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ഇഞ്ചോടിഞ്ചു പോരാട്ടം മുന്നണികൾ തമ്മിൽ നടന്നിട്ടുണ്ട്. എല്ലാവരും ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതോടുകൂടി തന്നെ വോട്ടർമാർ ആ ഒരു ആവേശം ഏറ്റെടുത്തു. അവരെല്ലാവരും തന്നെ തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചുകൊണ്ട് ഇതിന്റെ ഭാഗമായി മാറുക, തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മാറുക, സമ്മതിദാന അവകാശം വിനിയോഗിക്കുക എന്ന തീരുമാനത്തിലെത്തി. ഇനി ഉച്ചയോടുകൂടി പോളിംഗ് ശതമാനത്തിൽ വലിയൊരു വർധനവ് ഉണ്ടാകും. ഉച്ചവരെ വലിയ വർധനവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനുശേഷം സാധാരണഗതിയിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എന്ന പോലെ തന്നെ പോളിംഗ് ശതമാനത്തിൽ നേരിയ ഇടിവ് അതിനുശേഷം ഉണ്ടാകും. പിന്നീട് 4 മണിക്ക് ശേഷമായിരിക്കും പോളിംഗ് ഒന്നുകൂടി കനക്കുക. 6 മണി വരെ വോട്ടിങ്ങിന് കഴിയും എന്നതുകൊണ്ട് തന്നെ ആ സമയത്ത് പോലും വലിയ ഒരു നീണ്ട നിര ക്യൂ ഉണ്ടാകാനാണ് സാധ്യത. കാരണം രാവിലെ വോട്ട് ചെയ്ത് മടങ്ങിയതിനു ശേഷം മറ്റ് ആളുകൾ പലരും ഉച്ചയ്ക്ക് ശേഷമായിരിക്കും വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി അത് തന്നെയാണ്. വോട്ടിംഗ് ആരംഭിച്ച് 2 മണിക്കൂർ പിന്നിടുമ്പോൾ ജനങ്ങളുടെ വലിയ നീണ്ട നിര തന്നെയാണ് എല്ലാ ബൂത്തുകളിലും കാണാൻ സാധിക്കുന്നത്. വിജയപ്രതീക്ഷയിൽ മുന്നണികൾ ഒരു വശത്ത് തുടരുമ്പോൾ മാറ്റം ആഗ്രഹിച്ച് ജനങ്ങൾ ബൂത്തുകളിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.